ഓസ്കാർ നോമിനേഷനിൽ ഇടം പിടിച്ച് കാന്താരയും കശ്മീരി ഫയൽസും വ്യത്യസ്ത പ്രമേയത്തിലൂടെയും സാധ്യതാ പട്ടികയിൽ ഇടം നേടിയത് 5 ഇന്ത്യൻ സിനിമകൾ. ദക്ഷിണ കർണാടകയിലെ ഒരു ഗ്രാമത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കഥാപശ്ചാത്തലം. കഥയിൽ സംസ്കാരവും ഒരു സമുദായത്തിന്റെ വേരിലൂന്നിയ യാഥാസ്ഥിതിക സംഭവങ്ങൾ സാങ്കേതിക മികവിലൂടെ പുറത്തെത്തിയപ്പോൾ കാന്താര നൽകിയത് അടിസ്ഥാന വർഗത്തിന്റെ അടിമ ഉടമ സമ്പ്രദായത്തിന്റെ ചട്ടങ്ങളിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിലിറങ്ങിയ ഈ ചലച്ചിത്രം ഇന്ത്യൻ സിനിമയുടെ മികച്ച ശ്രമങ്ങളിലൊന്നാണ്. കാശ്മീരി പണ്ഡിറ്റുകളുടെ പാലായനവും തുടർന്ന് അഭയാർത്ഥി ക്യാമ്പിലെ നരക ജീവിതവും ഇന്നും നീതി കിട്ടാത്ത കാത്തിരിപ്പുമാണ് കാശ്മീരി ഫയൽസിന്റെ ഉള്ളടക്കം. വ്യവസ്ഥിതി, ആധിപത്യം, അതിലൂന്നിയ പുരോഗമനവാദങ്ങൾ, മാധ്യമം എന്നിവയാണ് സിനിമയുടെ പ്രമേയം. സ്വന്തം നാടും വീടും വിട്ട് അഭയാർത്ഥികളാകേണ്ടി വരുന്ന ഒരു കൂട്ടം കാശ്മീരി പണ്ഡിറ്റുകളുടെ ജീവിതം. അതിൽ ഹിന്ദു മുസ്ലിം മതസംഘടനകളടക്കം വലിയ ചർച്ചാ വിഷയമായതോടെ ചിത്രം വിവാദ പരാമർശങ്ങളിലടക്കം നേരിട്ടു. വിവേക് അഗ്നിഹോത്രിയുടെ സംവിധാനത്തിലിറങ്ങിയ ഈ ചിത്രം അവതരണ മികവിലൂടെ യാഥാസ്ഥിതികത പുറത്തെത്തിച്ച മികച്ച അനുഭവമായി. ഈ 2 സിനിമകളെ കൂടാതെ സഞ്ജയ് ലീല ബൻസാലിയുടെ സംവിധാനത്തിലിറങ്ങിയ അലിയ ഭട്ടിന്റെ ശക്തമായ സ്ത്രീ കഥാപാത്രം, ഗംഗൂഭായ് എന്ന സിനിമയും ഇരവിൽ നിഴൽ രാജമൗലിയുടെ സംവിധാനത്തിലിറങ്ങിയ RRR എന്നീ ചിത്രങ്ങളും ഓസ്കാർ ചലച്ചിത്ര പട്ടികയിൽ ഇടം നേടി. ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായ പാൻനാളിന്റെ ചെല്ലോ ഷോയും പട്ടികയിലുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യതലത്തിൽ മികച്ച ആശയങ്ങൾ പുറത്തെത്തിക്കാനും ഇന്ത്യൻ സിനിമകൾക്ക് കഴിയുന്നുണ്ട് എന്നതിനുള്ള മികച്ച ഉദാഹരണങ്ങളാണ് ഈ സിനിമകളെല്ലാം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.